സമസ്ത ലീഗ് തർക്കത്തിൽ മഞ്ഞുരുകലിന്റെ വേദിയായി കോഴിക്കോട്ടെ സ്നേഹ സദസ്സ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ സംഘടിപ്പിച്ച സദസ്സിലെ ശ്രദ്ധാകേന്ദ്രമായിരുന്നു സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങളുടെ സാന്നിധ്യം. ഇരുവിഭാഗവും അനുരഞ്ജന ചർച്ചകൾക്ക് ശ്രമം നടത്തുമ്പോഴും തെരഞ്ഞെടുപ്പ് ഫലവും കൂടി ആശ്രയിച്ചാകും ഐക്യവാഹനങ്ങളുടെ ഭാവി. സമസ്ത ലീഗ് തർക്കവും സമസ്തയിലെ വിഭാഗീയതയും മൂലം കലുഷിതമായ അന്തരീക്ഷത്തിൽ ഇരു സംഘടനകൾക്കും പ്രതീക്ഷകൾ നൽകുന്ന കാഴ്ചയായിരുന്നു ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ സംഘടിപ്പിച്ച സ്നേഹ സദസ്സ്. ലീഗ് സമസ്ത ബന്ധത്തിലെ വിള്ളൽ മുമ്പെങ്ങുമില്ലാത്ത വിധം രൂക്ഷമായെങ്കിലും സാദിഖ് അലി ശിഹാബ് തങ്ങളും ജിഫ്രി തങ്ങളും ഒട്ടും ആശങ്കകളില്ലാതെയായിരുന്നു സൗഹൃദം പങ്കിട്ടത്. പ്രശംസകൾക്കൊപ്പം സ്നേഹയാത്ര തുടരാനായിരുന്നു സാദിഖ് അലി തങ്ങൾക്ക് ജിഫ്രി തങ്ങളുടെ വക ഉപദേശം. വിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ആശയമാവുന്ന സൗഹൃദം, സ്നേഹം എന്നത് ബഹുമാനപ്പെട്ട തങ്ങൾ ഈ കേരളത്തിൽ എന്നല്ല കേരളത്തിൻ്റെ പുറത്തും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി യാത്ര നടത്തണം എന്നാണ് എനിക്ക് തങ്ങളോട് പറയാനുള്ളത്. അഭിപ്രായ ഭിന്നതകളും അകൽച്ചകളും സ്വാഭാവികമെന്നും ചേർന്നു നിൽക്കലുകളാണ് ആവശ്യമെന്നും സാദിഖ് അലി തങ്ങൾ. അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അകൽച്ച ഉണ്ടാവും. അകൽച്ച ഉണ്ടാകുമ്പോൾ അത് സമൂഹത്തിൽ വലിയൊരു ഭിന്നതയും ചിത്രതയും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആ അകൽച്ച കുറച്ച് കൊണ്ടുവരണം. അങ്ങനെ നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ അവിടെ നമുക്കൊരു സമാധാനവും ശാന്തിയും പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരമൊക്കെ അവിടെ ഉയർന്നു വരും. ഇരു സംഘടനകളും തമ്മിലുള്ള തർക്കം അതിവേഗം പരിഹരിക്കണമെന്ന നിലപാടാണ് നേതൃത്വത്തിന്. എന്നാൽ മധ്യസ്ഥ ചർച്ചകൾക്കുള്ള നീക്കങ്ങൾ നടക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് ഫലത്തെ കൂടി ആശ്രയിച്ചാകും അനുരഞ്ജനത്തിന്റെ ഭാവി. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.